ഗുഡൻ ടാഗ്. നമുക്ക് ഒരു മലപ്പുറം സ്റ്റൈലുള്ള ഒരു കപ്പ ബിരിയാണി ചെയ്താലോ? പല സ്ഥലത്തും ഇതിന് പല പേരാട്ടോ. ചില സ്ഥലത്ത് ഇതിന് എല്ലും കപ്പ എന്ന് പറയും, ചില സ്ഥലത്ത് കപ്പ ബിരിയാണി എന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങളവിടെ ഇതിന് എന്താണെന്ന് പറയുക, പൂളക്കൂട്ടൻ എന്ന് പറയും കേട്ടോ. നമ്മളെ നാട്ടിൽ ഏത് പേരിട്ട് വിളിച്ചാലും ഉണ്ടല്ലോ, സാധനം നല്ല പൊളിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് കേട്ടോ ഈ കപ്പ ബിരിയാണീൻ്റെ. അതുകൊണ്ട് തന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും നാട്ടിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ പോയാലും നമുക്കുള്ള എല്ലാ സാധനവും, ഏറെക്കുറെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ടുള്ള കപ്പയാണ്. ബാക്കി മസാലകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളെ നാട്ടിലുണ്ടല്ലോ കൂടുതലും തട്ടുകടയിലൊക്കെ പോയാൽ നമുക്ക് ഈ ഇറച്ചിയും പൂളിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ രാത്രിയൊക്കെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളിൽ, ഹോട്ടലുകളിലൊക്കെ ഉണ്ടാവും ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി ടേസ്റ്റ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജർമ്മനിയിൽ വരുന്നതിൻ്റെ മുന്നേ ആദ്യം തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അവിടെ ആയ സമയത്തും ഇതുപോലെ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ വാങ്ങിച്ച് കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ. വർത്തമാനത്തിൻ്റെ ഇടയിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയാൻ മറന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലോട് കൂടിയുള്ള ബീഫ് എടുക്കണം. ചില ആൾക്കാർ ഈ ബീഫിൻ്റെ പല വക അങ്ങനെ സംഭവങ്ങളൊക്കെ എടുക്കും കേട്ടോ. ഞങ്ങൾ എല്ലാണ് എടുക്കൽ കൂടുതലും. അപ്പോൾ എല്ലോട് കൂടിയുള്ള ബീഫ് എടുക്കുക, അതിക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ചെറുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നല്ലതുപോലെ വെണ്ണ പോലെ ഉടയണ കപ്പ വേണം എടുക്കാനായിട്ട്. അത് ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിങ്ങാണ്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഉടച്ചിങ്ങാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാല കൂടി അതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയിൽ തൂമിച്ചിങ്ങാണ്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുത്താണ്. അതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇത് തൂമിക്കലില്ല കേട്ടോ. നല്ല നെല്ലുത്തേരിൻ്റെ കഞ്ഞിയും കപ്പ ബിരിയാണിയും തമ്മിൽ നല്ല കോമ്പിനേഷൻ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഏതായാലും പോയി കഴിക്കട്ടെ. എല്ലാവർക്കും ചൂസ്.